നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണല്ലോ നമ്മുടെ മലമ്പുഴ, അല്ലേ? നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ ടൂർ പോയിരിക്കുന്ന ഇടങ്ങളിലൊന്നു കൂടിയാണ് മലമ്പുഴ എന്ന് പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞാൽ മലമ്പുഴയ്ക്ക് ടൂർ കൊണ്ടുപോകുന്നൊരു കാലമുണ്ടായിരുന്നു സ്കൂളുകളിൽ നിന്നൊക്കെ. നമ്മുടെ മലമ്പുഴ ഉദ്യാനവും ഡാമൊക്കെ അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ വലിയ നവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സമർപ്പിച്ച ഉദ്യാന വികസന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് നവീകരണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനത്തിന്റെ മുഖച്ഛായ മാറുന്നു. മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ മാതൃകയിലാണ് മലമ്പുഴയിലും വിഭാവനം ചെയ്യുന്നത്. അത്യാധുനിക ശൗചാലയങ്ങൾ, മാലിന്യ സംസ്കരണ പദ്ധതികൾ, തീം പാർക്കുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയാണ് ഒരുങ്ങുന്നത്. ആദ്യഘട്ടം മാർച്ച് മാസത്തോടെ പൂർത്തിയാകും. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മലമ്പുഴ ഡാമിന്റെ ഉദ്യാനം നിലവിൽ അടച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം മാർച്ചിലൂടെ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഒന്നാം ഘട്ടം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഉദ്യാന ഭാഗങ്ങളാണ് നിലവിൽ നടത്തുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാർച്ച് അവസാനത്തോടെ നമുക്ക് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. 75,87,00,000 രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് മലമ്പുഴയിൽ നടക്കുന്നത്. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരാണ് നിർമ്മാണ ചെലവ് വഹിക്കുന്നത്. നവീകരണം പൂർത്തിയായ ശേഷം പ്രത്യേക ബുക്കിംഗ്, താമസം, ഭക്ഷണം, യാത്രാ സൗകര്യങ്ങൾ എന്നിവയും ഏർപ്പെടുത്തും. കൈരളി ന്യൂസ്, പാലക്കാട്.